പെർത്തിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം അഡ്ലൈഡിൽ കനത്ത തോൽവിയുടെ നിരാശയിലേക്ക് വീണ ടീം ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തിരിച്ചുവരവിനായി ഒരുങ്ങുകയാണ്. നാളെ ഡിസംബർ 14 ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പരമ്പരാഗത ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ നേരിടും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ഇന്ത്യയുടെ സ്ഥാനമുറപ്പിക്കാൻ ഈ മത്സരം നിർണായകമാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് പരമ്പര തുല്യമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തിരിച്ചുവരവിനായി ഒരുങ്ങുന്ന ടീം ഇന്ത്യക്ക് ഭാഗ്യം കൈകോർത്തേക്കാം. ഓസ്ട്രേലിയയിലെ അവസാന ടെസ്റ്റ് 2020 ഇന്ത്യക്ക് ഐതിഹാസിക വിജയം സമ്മാനിച്ച ഗാബ സ്റ്റേഡിയത്തിലാണ്. അന്ന് 328 റൺസ് വിജയലക്ഷ്യം കീഴടക്കിയ ഇന്ത്യൻ ടീം ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര വിജയിച്ച ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ഈ തവണയും ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ എന്നിവർ ഇന്ത്യൻ ടീമിലുണ്ട്. ഓസീസ് പേസർമാരുടെ ബൗൺസറുകളെ അതിജീവിച്ച് അന്ന് ഇന്ത്യക്ക് വിജയമൊരുക്കിയ ഇരുവരും ഇത്തവണയും താരങ്ങളാകുമെന്നാണ് പ്രതീക്ഷ. ഗാബ സ്റ്റേഡിയം ഇന്ത്യക്ക് ഭാഗ്യമുള്ള മൈതാനമാണെന്നും ഇത്തവണയും ഓസീസിനെ തോൽപ്പിച്ച് പരമ്പര തുല്യമാക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് ഏറെ. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നിർണായക 3-ാം ടെസ്റ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എവിടെ ബാറ്റിംഗ് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഇന്നലത്തെ നെറ്റ് പ്രാക്ടീസ് സെഷനിൽ രോഹിത് ദീർഘനേരം ബാറ്റിംഗ് പരിശീലനം നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്ഥാനത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചില്ല. പഴയ പന്തും പുതിയ പന്തും ഉപയോഗിച്ച് രോഹിത് നീണ്ട നേരം ബാറ്റിംഗ് ചെയ്തിരുന്നു. എന്നാൽ ഏത് സ്ഥാനത്താണ് അദ്ദേഹം ബാറ്റിംഗ് ചെയ്യുകയെന്ന് വ്യക്തമാക്കാതെ മടങ്ങുകയായിരുന്നു. അഡ്ലൈഡ് ടെസ്റ്റിൽ 6-ാം നമ്പറിൽ ബാറ്റിംഗ് ചെയ്ത നിരാശനായ രോഹിത് 3-ാം ടെസ്റ്റിൽ ഓപ്പണറാകാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രോഹിത്തിൻ്റെ ബാറ്റിംഗ് സ്ഥാനം ഇനിയും അനിശ്ചിതത്വത്തിലാണെങ്കിലും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഏറ്റവും അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.